ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്, ഈ ആഴ്ച എന്താണ് അടുത്ത ആഴ്ച ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനിടയിലുള്ളൊരു ഡെവലപ്മെൻറ്റ്സ് ഇന്നലത്തെ ഹിൻഡൻബർഗിൻ്റെ പുതിയ വെളിപ്പെടുത്തലാണ്. അത് നാളെ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും എന്ന് ഉള്ളത് നമ്മൾ കണ്ടറിയണം. അപ്പം എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. പുട്ടുള്ളവരും കോളുള്ളവരും എല്ലാം എങ്ങനെങ്കിലും ഇന്ന് NSE കുത്തി തുറന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാനോ പുട്ട് ഓപ്ഷൻ പുതിയത് ആഡ് ചെയ്യാനോ ഒക്കെ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആശിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. പക്ഷേങ്കിൽ BTST എടുക്കാത്തവർക്ക് നോ വറീസ് നോ ടെൻഷൻ. ഇതാണ് BTSTയുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും. ഇതേ സംഭവം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ തിങ്സ് മാർക്കറ്റിൽ ഉണ്ടായാൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കും, നമ്മുടെ ക്യാപിറ്റലിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന സംഭവം. ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഒന്നും സംഭവിച്ചില്ല എന്ന് വരാം. ഓക്കെ, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. കാരണം ലോകത്തിൽ ഒരു മനുഷ്യനും സ്റ്റോക്ക് മാർക്കറ്റിനെ 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും ഇന്ന് കോടീശ്വരന്മാരായനെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായ പഠനങ്ങളും അനാലിസിസുകളും നിങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിലൊരു വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കുക. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ കുറുക്ക് വഴികൾ ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. കുറുക്ക് വഴികൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ BTST എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യപരീക്ഷണമാണ്. BTST, അതുപോലെ ഹീറോ സീറോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഇല്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കാതെ നമ്മൾ കൃത്യമായി നിരന്തരമായി പഠിക്കുക, ചാർട്ടുകൾ മനസ്സിലാക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. മാർക്കറ്റിന് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു അതിനെ അനലൈസ് ചെയ്യുക. ഇനി മാർക്കറ്റ് അതിനെതിരെ എങ്ങനെ പ്രതികരിക്കും, ഇതിനെയൊക്കെ പറ്റി നമ്മൾ ചിന്തിക്കുക. യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ ആർട്ടിക്കിൾസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വായിക്കുക. ഇതൊക്കെ എങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കും, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാൻ പറ്റൂ. ഓക്കെ, അതും ഇപ്പോൾ ഉപദേശം അല്ല നമ്മുടെ വിഷയം ഇപ്പം വീക്കിലി അനാലിസിസാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് വരച്ചിട്ടേക്കുന്ന ഈ ലൈനായില്ലേ, ഈ ലൈനെ ഒരിക്കലും ബ്രേക്ക് ചെയ്ത് ഇതുവരെയായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടില്ല. ഇത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട്, ഞാനിപ്പം ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. ഈ ഒരു മാസം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വരച്ചിട്ടിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈനാണ് ഇത്. ഈ ഒറ്റ ട്രെൻഡ് ലൈനിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത് മനസ്സിലാക്കാം. അത് ഡെയിലി ടൈം ഫ്രെയിമിലുള്ളൊരു ട്രെൻഡ് ലൈനായി കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഫോളൊക്കെ വന്നു, താഴെ പോയി, തിരിച്ചു കയറി, വീണ്ടും മാർക്കറ്റ് താഴെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീക്കിലി ബേസിൽ നമുക്ക് ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കാം. വീക്കിലി ബേസിസിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് തിരിച്ചും ഒന്ന് റീബൗണ്ട് ചെയ്തു ഇല്ലേ. ഇതാ ഈ ഒരു റേഞ്ച് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്കിതിനെ കണ്ടുവെക്കാം. ഇത് നോക്കി, ഈ ഒരു റേഞ്ചിൽ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, തിരിച്ചു പോയത് ഇല്ലേ. പല പ്രാവശ്യം ആ മാർക്കറ്റ് ആ പോയിന്റിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലേ. ഇതാ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ സപ്പോർട്ട് ഏരിയയാണ്. ഈ പറയുന്ന 12,050 ആ റേഞ്ചിലാണ് മാർക്കറ്റ്. എവിടെ വരെ വന്നു, 11,961 വരെ സസ്റ്റെയിൻ ചെയ്തില്ല, തിരിച്ച് കയറിപ്പോയി ഇല്ലേ. അപ്പോൾ നമുക്കൊരു 12,000 റേഞ്ച്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെയിൻ സപ്പോർട്ട് വീക്കിലി ബേസിസിൽ നമുക്ക് കണ്ടുവെക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 ആ റേഞ്ചിൽ നമുക്ക് അതിനെ ഒരു ബേസ് ലൈനായിട്ട് നമുക്ക് കണക്കാക്കാം. വേണം ഞാൻ ഇതിനെ ഒരു ബേസ് ലൈനായിട്ട് വരയ്ക്കാം. നമ്മളെപ്പോഴും പുതിയതായിട്ട് ചെയ്യുന്നവരും പഠിക്കുന്നവരും നമ്മൾ ബേസ് ലൈനായിരിക്കണം എപ്പോഴും നമ്മൾ. കാരണം എക്സാക്റ്റ് മാർക്കറ്റ് അവിടെ ആ പോയിന്റിൽ വന്ന് നിൽക്കത്തില്ല. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും വരയ്ക്കുമ്പം നമ്മളൊരു ബേസ് ലൈൻ വേണം വരയ്ക്കുക. ഇതാണ് നമുക്കൊരു കോമൺ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഇതാണ്, ഒരു മിനിറ്റ്, ഇതാണ് ഒരു കോമൺ സംഭവമായിട്ട്, ഒരു ബേസായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു ഇല്ലേ.
ഇവിടെ ഇതാണ് 12,000 ആ റേഞ്ചിലാണ് വേണം. ഇത് കുറച്ചും കൂടി വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി കൂടിപ്പോകും. വേണ്ട, നമുക്ക് ഇത്രയും മതി. എനിവേ 12,000 നമ്മുടെ മനസ്സിലൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമ്മുടെ മനസ്സിലിരിക്കണം. 12,000 എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇച്ചിരി വലുതാക്കാം. ഓക്കെ, 12,000 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. ഓക്കെ, ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് വന്ന് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇതാണ് നമുക്കിപ്പം മാർക്കറ്റ് നിലവിലെടുത്തേക്കുന്ന ഒരു ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പല പ്രാവശ്യം നമുക്കവിടെ ഒരു ബേസ് ലൈൻ അവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു വരുവാണ് പല പ്രാവശ്യം. ഇതാ നോക്കി, ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് ഇനി അടുത്തത് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ്. അപ്പം ഇന്നലത്തെ ഹിൻഡൻബർഗിൻ്റെ ആരോപണങ്ങൾ നാളെ മാർക്കറ്റ് അത് മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 100-400 പോയിൻ്റൊക്കെ നിഫ്റ്റി ഇടിയുന്ന പോലെ തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ ഉണ്ടാകും. കാരണം ഞാൻ ഇന്നാളിലും പറഞ്ഞു, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഷ്യൂ ഉണ്ടാകുമെങ്കിൽ ആദ്യം കഴുത്തിന് പിടിക്കുന്നത് സ്മോൾ ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും കഴുത്തിനായിരിക്കും ആദ്യം പിടിക്കുന്നത്. അതിന് ശേഷമേ മറ്റുള്ളവരിലൊക്കെ അത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ആൾക്കാർ പെട്ടെന്ന് റീറ്റെയിലേഴ്സ് കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പുകളൊക്കെയാണ്. ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളൊന്നും കൂടുതലും അങ്ങനെ ആരും സ്റ്റോക്ക്, കാരണം അതൊക്കെ ഹൈ വില, ഭയങ്കര വിലയുള്ളതുകൊണ്ട് അത്രയും പൈസയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ അവരെപ്പോഴും ഒരു ചെറിയ റേഞ്ചിലുള്ള നല്ല ഗുഡ് സ്റ്റോക്കുകൾ തിരഞ്ഞു പിടിച്ച് മേടിക്കാൻ അവർ ശ്രമിക്കത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഭീതി വരുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. മാർക്കറ്റ് നേരെ താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വല്ലതും നാളെ സംഭവിച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ ഈ ആരോപണങ്ങളെ നാളെ മാർക്കറ്റ് മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ മാക്സിമം ടു മാക്സിമം ആദ്യം വരാൻ പറ്റുന്നത് 12,150-200 റേഞ്ചിലാണ്. ഓക്കെ, 12,150-200 റേഞ്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ നോക്കി, അന്നൊരു ഫോൾ വന്നത് എത്ര പോയിൻ്റ് വന്നു? ഇവിടെ നിന്ന് 479 ഉണ്ട്. ഒരു 250-300 പോയിൻ്റൊക്കെ ഇവിടെ. ഇതാണെങ്കിലോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 473 ഉണ്ട്. 500 പോയിൻ്റൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ 12,598 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു 500 പോയിൻ്റൊക്കെ വീഴുവാണെന്നുണ്ടെങ്കിൽ 12,100-150 റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് 12,000. അത് തട്ടി താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കണ്ടറിയണം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വീക്കിലി അനലിസിസ് പറയാനുള്ളത്. മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മേലോട്ട് റെസിസ്റ്റൻസ് ഒത്തിരി കൂടുതലുണ്ട്. കാരണം റെസിസ്റ്റൻസ് ഒത്തിരി കൂടുതൽ പറയുന്നത് ഫസ്റ്റ് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു റെസിസ്റ്റൻസാണ്. ഈ ഏരിയയാണ്. ഈ ഏരിയയിൽ തട്ടി തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് മേലോട്ട് പോകാനുള്ള സാധ്യത, കാരണം ഇവിടെ ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഫെയിൽ ചെയ്തു, പിന്നെ ഇവിടെ നിൽക്കുന്നു. ഇനി നാളത്തെ നെഗറ്റീവ്നെസ് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് പോയിട്ട് നേരെ തിരിച്ചായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് നമുക്ക് 13,000 ആ റേഞ്ചിൽ വെക്കാം. 12,758 ഇപ്പോൾ ഞാൻ വരച്ചിട്ടേക്കുന്നത്. ആ റേഞ്ചിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഫൈൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ അടുത്ത് നമുക്ക് ടാർഗറ്റ് വീണ്ടും 13,000 ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. ഇതാണ് വീക്കിലി ബേസിലുള്ള. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ചോണം, ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിനും താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ 12,000 സൈക്കോളജിക്കൽ സപ്പോർട്ട് പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിപ്പം ഇവിടെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും വലിയ മുൻകൂട്ടി വരച്ച് കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കുന്നുമില്ല. പോട്ടെ, ഇതാണ് ഈ രണ്ട് റേഞ്ച് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് അടുത്ത ഒരാഴ്ചത്തേക്ക് ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യാൻ. മറ്റേ ഹിൻഡൻബർഗിൻ്റെ പ്രശ്നം നമ്മുടെ മാർക്കറ്റിനെ ശരിക്കും സ്വാധീനിച്ചില്ല എങ്കിൽ ഇതിനകത്ത് മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഇതിനകത്തോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിനും ഈ 12,000 ഇടയ്ക്ക് മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, ഇതാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ നമുക്കിത് എന്ത് അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് പൊട്ടും അഥവാ ഹിൻഡൻബർഗ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എല്ലാ മിഡ് ക്യാപ്പിൻ്റെ ഹൈ വാല്യുവേഷൻ സ്റ്റോക്കുകളും, അതായത് വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളെല്ലാം ഓൾമോസ്റ്റ് ഒരു പിന്നെ ഹൈ വാല്യുവേഷനല്ല, ഒരു ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത് നോക്കി, ഇതൊരു മെയിൻ സപ്പോർട്ടാണ്. പിന്നെ ഇന്ത്യ ഹോട്ടൽ നോക്കിക്ക് ഒരു ചാനലിനകത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പം ഇത് ഇവിടുന്ന്
ഓൾ ടൈം ഹൈ അടിച്ചിട്ട് പിന്നെയും തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇത് പിന്നെ എങ്ങോട്ട് പോകുമെന്നുള്ളത് നമ്മൾ കണ്ടടിയണം. ഇത് പണ്ടത്തെ നമ്മൾ വരച്ചൊരു ബേസ് ലൈനാണിത്. ഈ ബേസ് ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കാം. നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇൻഡ് ഹോട്ടൽ. ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് നമുക്ക് ശരിക്കും നോക്കണം. അടുത്തത് കുമിൻസ് ഇന്ത്യയാണ്. കുമിൻസ് ഇന്ത്യയും താഴെ വന്നിട്ട് തിരിച്ച് കയറി, എങ്കിലും റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ് ഈ കാണുന്നത് 12,867. അപ്പോൾ അതിന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ പിന്നെ നമുക്കൊരു അപ്പ് മൂവ് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ റെസിസ്റ്റൻസ് സിസ്റ്റവും നല്ല മൂവിലാണ്. ഓൾ ടൈം ഹൈക്ക് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുകയാണ്. നല്ലപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഇത് 4,600 700 നിന്ന് ഒരു 4,000 വരെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഭാരത് ബോർജ് ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം കണ്ടറിയണം. ഫെഡറൽ ബാങ്ക് നല്ല ഓൾ ടൈം ഹൈയിലാണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് അവിടെ നിന്ന് താഴെ തിരിച്ച് റീട്രേസ്മെൻറ്റ് വന്നിട്ട് തിരിച്ച് വീണ്ടും കയറുകയാണ്. പക്ഷേ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണണം. അടുത്ത HDFC AMC ആണ് മെയിൻ സംഭവം. അതിപ്പോഴും നല്ല ബുള്ളിഷ് ട്രെൻഡിലാണ് HDFC AMC. ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലാണ് HDFC AMC മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കണം. അവിടെ ഇതൊരു മേജർ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4,200 4,200 മേലോട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഒരു പുതിയ ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഓക്കെ, അടുത്ത ലൂപ്പിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂപ്പിന് ഈ പറഞ്ഞ പോലെ ഓൾ ടൈം ഹൈ ആണ്. വീഴുവാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് 1,834 വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പിന്നെയും മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടം വരെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2,113 ഇപ്പം. അതൊരു 1,800-900 റേഞ്ചിലേക്ക് തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെയിറ്റേജ് സ്റ്റോക്കിനെ പറ്റിയും വീക്കിലി അനാലിസിനെ പറ്റിയും പറയാനുള്ളത്. ഇനി നമുക്ക് നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും, ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ ഞാനിപ്പോൾ ഇത് വരച്ചിട്ടേക്കുന്നത് ഒരു 12,758 ഒരു മേജർ റെസിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ, നമ്മളിവിടെ കണ്ടു. അപ്പോൾ നമുക്കിനിയും നോക്കേണ്ടത് ഏത് റേഞ്ചിൽ വരും എന്നുള്ളതാണ്. മാർക്കറ്റ് പൊട്ടിയാൽ ആദ്യത്തെ റേഞ്ച് ഇതാണ്. ഓക്കെ, പൊട്ടിയാൽ ആദ്യത്തെ റേഞ്ച്. ഓക്കെ, ഈ ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ലൈൻ വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അടുത്തൊരു മേജർ ലൈൻ. ഇതിനെ നമുക്ക് വരച്ചാൽ ഇതിനെ നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം ഇത്രയും ഭാഗത്ത്. അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ളത് അടുത്ത ലൈൻ ഇതാണ്. ഇതിനെ വരയ്ക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ ബേസ് ലൈൻ ഇതാണ്. ഓക്കെ, ഇത്രയും ഭാഗമാണ്. ഇതിപ്പം പൊട്ടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം. കൈവിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഇതും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസുകളുണ്ട്. ഇതൊക്കെ പക്ഷെങ്കിൽ വേണ്ട, അതൊന്നും വിട്ടരുത്. ഇതൊക്കെ ഇൻവാലിഡായി, കാരണം ഇത് ക്രോസ് ചെയ്ത് താഴെ പോയിരുന്നു. ഓക്കെ, ഈ രണ്ട് ലൈൻസ് നമുക്ക് ഓർത്ത് വെക്കാം. 12,200 180 വേണമെങ്കിൽ ഇതൊരു ഡോജി. ഈ ലൈനും കൂടെ കിടന്നോട്ടെ, ചുമ്മാ അതൊരു ആശ്വാസത്തിന് ഒരു ചെറിയ ഒരു ലൈനായിട്ട് വിട്ടേക്കാം. ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ചിലപ്പോൾ അവിടെ ഒരു ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിലോട്ടാണെങ്കിൽ മാത്രം നമ്മളൊരു ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കിതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. 12,760 13,000. നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ് ആണ്. അവിടെ വരെ നമുക്ക് നോക്കാം. അവിടെ നിന്ന് വരാനുള്ള സാധ്യത, ഹിൻഡൻബർഗിന് പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിവേ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ല, ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ താഴെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ്
മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന നോക്കിയിട്ട് നമുക്ക് ആ മൊമെൻറ്റിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെത്രയൊക്കെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ നാളത്തെ ട്രേഡിൽ അതിൽ ഇരിക്കണം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം, നാളത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യും. നിങ്ങളത് എപ്പോഴും മറക്കുക. ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിൽ ഒരിക്കലും എമോ കൊണ്ടുപോയി പ്ലേസ് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ എന്നാലും നമ്മൾ കണ്ടില്ലേ, ഒരു 200 പോയിൻ്റൊക്കെ ഗ്യാപ്പ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. 9:07 9:08 നമുക്ക് ഗ്യാപ്പ് ഡൗൺ അറിയാൻ പറ്റുമല്ലോ എന്താ റിയാക്ഷൻ. അപ്പം അവിടെ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എമോ പ്ലേസ് ചെയ്യില്ല. നിങ്ങൾ മാർക്കറ്റ് ഒന്ന് ശാന്തമാകാൻ വേണ്ടി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ആരെങ്കിലും പുട്ടെടുത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ അതൊക്കെ വിൽക്കുമ്പം മാർക്കറ്റ് നേരെ തിരിച്ചു പോകും. അതുപോലെ പിന്നെ പുട്ട് സെല്ല് ചെയ്തവരും അവിടെ എക്സിറ്റ് ആകുമ്പോൾ പിന്നെ അവിടെ ഒരു ബൈങ് പ്രഷർ വരുമ്പോൾ മാർക്കറ്റ് ആദ്യം കുറച്ച് റീട്രേസ് ചെയ്യും മേലോട്ട്, ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ചിലപ്പം. എന്നിട്ട് മാത്രം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യാവൂ. ഓക്കെ, അതൊക്കെ വളരെ വിജിലൻ്റായിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ആഴ്ച എനിക്ക് പറയാനുള്ളത്. ഇനി നാളെ കളത്തിൽ കാണാം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.